രാവിലെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ വയറുവേദനിച്ചിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴാണ് നീറ്റത്. അപ്പം തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പോൾ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞ് അപ്പം തന്നെ അഡ്മിറ്റ് ആവുക, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, സർജറി ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഓപ്ഷൻ പറഞ്ഞത്. വേറൊരു ഓപ്ഷൻ അതിനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലക്കാണ് ഹോമിയോ ഡോക്ടറെ അടുത്തേക്ക് വന്നത്. അത് ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ 17 വർഷം മുന്നേ എൻ്റെ ഉപ്പാക്ക് ഇതേ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സൂരജ് ഡോക്ടറെ മരുന്ന് കുടിച്ചിട്ടാണ് അന്ന് മാറിയത്. പിന്നീട് അതിനെക്കുറിച്ച് വേറെ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ വന്നതാണ് സൂരജ് ഡോക്ടറെ അടുത്ത്. ഡോക്ടർ 3 നേരം മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. ആ കൊടുത്തു കഴിഞ്ഞിട്ട് നിവർന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്ന് വിളിക്കുന്ന് പറഞ്ഞു. അപ്പോൾ 2 നേരം കുടിച്ചപ്പോൾ തന്നെ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ വേദന കുറഞ്ഞ് നിവർന്ന് നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് വന്നു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമായി. കാരണം അത്ര വേദനിച്ചിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മോനുണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫുഡിൽ നല്ല കൺട്രോള് കൊണ്ടുവന്നു. ഒരു 3 മാസം മരുന്ന് കുടിച്ചു. 3 മാസം കണ്ടിന്യൂ മരുന്നും ക്രമം തെറ്റാതെ തന്നെ കുടിച്ചു. ഫുഡിലും കൺട്രോൾ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു മാറിയിട്ടുണ്ട് എന്നുള്ളത്.